എന്ന് കേട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മ അവരുടെ കർണപുടങ്ങളിലേക്ക് അലയടിച്ചു കടന്നു വന്നാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കോരിത്തരിക്കുന്നതാണ്. അല്ലാ എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം വിറകൊള്ളുന്നതാണ്. അല്ലാ എന്ന് കേൾക്കുമ്പോ പ്രത്യേകമായ ഒരു പ്രകമ്പനം ഹൃദയത്തിനകത്ത് ഉണ്ടാവുന്നതാണ്. അല്ലാ, ആ ജലാലത്തിന്റെ ഇസ്മ നമ്മുടെ കാതുകളിലേക്ക് കേട്ടാൽ അതിന്റെ ഒരു ആന്തോളനം ഹൃദയത്തിനകത്തുണ്ടാകുന്നതാണ്. അതാണ് വിശ്വാസത്തിന്റെ, ഈമാനിന്റെ ഒന്നാമത്തെ അടയാളം. നമ്മൾ ആലോചിക്കണം മുഅ്മിനീങ്ങളെ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, ഖൽബിനകത്തൊരു കോരിത്തരിപ്പുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിനകത്ത് ആ അല്ലാ എന്ന് കാതുകളിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് അതിന്റെ ഒരു ആന്തോളനം കടന്നു വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാന് പൂർണ്ണമാണ്, നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ്. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ ആലോചിക്കണം. വിശുദ്ധമായ ഖുർആൻ പറയുന്ന ലക്ഷണം അതാണ്. അല്ലാ എന്ന് കേൾക്കുമ്പോ ഹൃദയത്തിൽ ഒരു ആന്തോളനമുണ്ടാകും, ഹൃദയത്തിൽ ഒരു കോരിത്തരിപ്പുണ്ടാകും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ. 5 നേരം പള്ളിമിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ലഫ്ലുകൾ ഉയരുമ്പോ അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. ബാങ്ക് തുടക്കം കുറിക്കുന്നത് അല്ലാ. മഹാന്മാര് പറയുന്നുണ്ട്, ഓരോ സമയത്തും ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാങ്ക് വിളിക്കപ്പെടാത്ത സമയം 1 മണിക്കൂർ പോലും വ്യത്യസ്തമായി നിലകൊള്ളുന്നില്ല. ബാങ്ക് വിളിക്കപ്പെടാത്ത 1 മണിക്കൂർ പോലും ഈ 24 മണിക്കൂറിനിടയിലില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയമാണ്. നമ്മുടെ നാട്ടിൽ ളുഹർ ബാങ്ക് കൊടുക്കുമ്പോ അമേരിക്കയിലും അതുപോലെ ലണ്ടനിലുമൊക്കെ ഒരുപക്ഷെ മഗ്രിബ് ബാങ്കോ ഇശാ ബാങ്കോ കൊടുക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സമയത്തും അല്ലാ എന്ന ജലാലത്തിന്റെ ഇസ്മുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മളിൽ പലരും ആ ബാങ്കിന്റെ വചനത്തെ മെയിൻറ്റ് ചെയ്യാറുണ്ടോ? ബാങ്ക് കേൾക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലാ